ഈ അമ്മയുടെ രസം വയ്ക്കുന്ന വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പല ടിപ്സുകളും അടുക്കള ടിപ്സുകൾ പലതും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ ഒരു 80 വയസ്സോളമുള്ള ഒരു അമ്മ രസം വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ സ്റ്റൈൽ അവർ കുറച്ച് സ്ലോ ആയിരിക്കും, ഒന്ന് ക്ഷമയോടെ കാണുക. അപ്പോൾ അവർ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, രസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി, ഈ കണ്ടിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ കുരുമുളക്, ജീരകം, ഇത് കായമാണ്. ഇത് കായം ആവശ്യത്തിനടുത്ത് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്ന് മറന്നു വെച്ചിട്ട്, അല്ലെങ്കിൽ കയ്യെത്തുന്ന പാകത്തിനെല്ലാം എടുത്ത് ശേഖരിച്ച് വെച്ചിട്ട് വേണം അത് വയ്ക്കാൻ പോകുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ജീരകവും കുരുമുളകും ആ കായം കട്ടയിൽ കിടക്കാൻ തോന്നുന്നു, അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ പല ആൾക്കാരും അത് കല്ലിലിട്ട് ചതച്ചെടുക്കും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉള്ളിലിട്ട് ചതച്ചെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലാത്തവർ ഇങ്ങനെ ചെയ്യുന്ന സ്റ്റൈലിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. അത് ഒരു വട്ടം, 1-2 വട്ടം ഒന്ന് ഓഫാക്കി ഓൺ ചെയ്തെടുത്താൽ അതൊന്ന് ക്രഷായി കിട്ടും. അത്രേ ആവശ്യം, ഒരുപാട് പൊടിയേണ്ട കാര്യമില്ല. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കേണ്ട ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി. നമുക്ക് കുരുമുളകൊക്കെ നല്ല എരിവ് വേണ്ട ആൾക്കാർക്ക് കുരുമുളക് കൂട്ടാം കേട്ടോ. ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ താരതമ്യേന. കുരുമുളകിലൊക്കെ എരിവൊക്കെ വേണം, എരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ല എരിവ് കിട്ടും. അമ്മ രസം വയ്ക്കുമ്പോൾ മണം ഞങ്ങൾക്ക് പുറത്ത് എവിടെയാണെങ്കിലും അറിയാം. നിങ്ങൾ പോയി അതിൻ്റെ ടേസ്റ്റൊക്കെ നുണഞ്ഞിട്ടേ പിന്നെ കഴിക്കാനൊക്കെ ഇരിക്കും. രസം ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റിൽ അമ്മ രസം വയ്ക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ആ പുളി ഒന്ന് തിരുമ്മി വയ്ക്കുന്നുണ്ട്. ആ പുളി ഈ മിക്സി ജാറിലേക്ക് കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളം. അതുകൂടെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സി നമ്മൾ വെറുതെ കഴുകിക്കളയല്ലേ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി ആദ്യം ഇട്ടൊന്നും ഞാൻ കാണിച്ചില്ല. മഞ്ഞപ്പൊടിയും അല്പം മുളക് പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ മല്ലിപ്പൊടി ചേർക്കുന്നവരുണ്ടാവും, മല്ലിപ്പൊടി ചേർക്കുന്നവർ ചേർക്കാം. ഇപ്പം അമ്മ ചേർക്കുന്നില്ല മല്ലിപ്പൊടി. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ച ശേഷം ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരട്ടെ. അതിനുള്ളിൽ അമ്മ തക്കാളി കുറച്ച് മുറിച്ച് വയ്ക്കുന്നുണ്ട്. 2 തക്കാളി എടുത്തിട്ടുള്ളൂ. പുളിയുള്ളത് കൊണ്ടാണ് 2 തക്കാളി. ചില ആൾക്കാർ തക്കാളി മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, പുളി ചേർക്കാറില്ല എന്ന് തോന്നുന്നു ചില ഭാഗങ്ങളിൽ. ഇത് പാലക്കാടൻ സ്റ്റൈലാണ് തോന്നുന്നു. പുളി ചേർക്കുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവരും ചേർക്കുന്നവരാണ്. എല്ലാ ഭാഗത്തും ഞാൻ കണ്ടിട്ടില്ല. തക്കാളി രസം എന്ന് പറയുന്നത് തക്കാളി മാത്രം കൊണ്ട് രസം ഉണ്ടാക്കുന്ന ആൾക്കാർ. തക്കാളിയും പുളിയാണല്ലോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടാണ് താളിക്കാൻ പോകുന്നത്. അതിലേക്ക് വെന്തയമാണ് താളിക്കുന്നത്. വെന്തയം ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അമ്മ വെന്തയം താളിക്കാൻ എടുത്തിരിക്കുകയാണ്. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത് വെച്ച് കുരുമുളകും ജീരകവും എല്ലാം കൂടെ എന്നിട്ട് സ്ലിമ്മിൽ വെച്ചിട്ട് അത് ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ആട്ടി കൊടുക്കുന്നു. അതൊന്ന് വാടിക്കിട്ടിയാൽ മതി. ഒന്ന് പച്ചമണം പോയി കിട്ടിയാൽ മതി. അതിനുശേഷം അമ്മ തക്കാളി ഒന്നിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി സാധാരണ എപ്പോഴാണ് ആൾക്കാർ ചേർക്കുക എന്നുള്ളത് ചില ആൾക്കാർ അമ്മയുടെ സ്റ്റൈൽ പറയാൻ തോന്നുന്നു. ഈ തക്കാളി ഞാൻ പലതിലും കണ്ടിട്ടുണ്ട്. ഈ തക്കാളി ഇങ്ങനെ തന്നെ ഉടച്ചിട്ട് അവരതിലേക്ക് വെള്ളം, പക്ഷേ അമ്മ ഈ തക്കാളി ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. അതൊന്ന് വാട്ടിയ ശേഷം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇതിൽ തന്നെ കുത്തി ഒന്ന് ചതച്ച് ഉടഞ്ഞ് വരുന്നവരൊന്ന് വേവിച്ചിട്ടൊക്കെയാണ്
ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. കരിവേപ്പില അടുത്തെന്താ, കരിവേപ്പില ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ച പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളം ആ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കി വെള്ളത്തിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തക്കാളി ഈ മാറ്റി വെച്ചില്ല, ആ തക്കാളി നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ പാത്രത്തിലിട്ട് കുത്തിച്ചതയ്ക്കുന്നതിന് പകരം അതിന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ നന്നായി മിക്സായി കിട്ടും. നമുക്ക് ആ കുത്തുന്ന പാടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ഉപ്പൊക്കെ നോക്കി, പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്തൊക്കെ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ നേരത്തെ ആ പുളിവെള്ളം കലക്കി വയ്ക്കുന്ന സമയത്ത് തന്നെ അതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് വേണമെങ്കിലും ചേർക്കാം. ഉപ്പ് നോക്കാം, എരിവ് നോക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു മുളക് പൊടിയോ ചേർക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തിള വന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ സ്റ്റൈൽ തന്നെ മാറി. അതിൻ്റെ മണം എനിക്കിവിടെ അറിയാം. ഈ മണമാണ് ഞങ്ങൾ സാധാരണ കേൾക്കുന്ന രസം വയ്ക്കുമ്പോൾ. ഇത് കേട്ടാണ് ഞങ്ങൾ അടുക്കളയിലേക്ക് വരിക. അതിൻ്റെ കൂടെ അവസാന പ്രയോഗം മല്ലിയില, കൊത്തമല്ലിയില മുകളിലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ മുകളിലേക്ക് തൂക്കി കൊടുക്കുക. അതാണ് എൻ്റെ ഹൈലൈറ്റ്. അത് എല്ലാവരും ചെയ്യുമെന്നറിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ്, അവസാനമാണ് ആ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. അമ്മ എല്ലാ കറികളിലും അങ്ങനെ ചെയ്യാറുണ്ട്. അതിനൊരു സ്പെഷ്യൽ മണമാണ്. ഉപ്പേരി വയ്ക്കുകയാണെങ്കിലും കറി വയ്ക്കുകയാണെങ്കിലും മുകളിൽ ചെറുതായിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം വെറുതെ ഒന്ന് തൂക്കി കൊടുക്കും. അപ്പം അതിന് നല്ലൊരു ഫീൽ കിട്ടും. ആ വെളിച്ചെണ്ണ വേകുന്ന അവസാനത്തെ അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പഠിച്ചു വെച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ.